എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വരും ആഴ്ചകളിലേക്ക് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാൻ സാധ്യതയുള്ള കുറച്ച് പെന്നി സ്റ്റോക്സ്, അതായത് 100 രൂപയിൽ താഴെ വിലയുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്ന് നമ്മളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഷെയർ IRB ഇൻഫ്ര. ഇതാണ് IRB ഇൻഫ്രാ ചാർട്ട്. ഇവിടെ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ ഇവിടെ ഒരു ചെറിയൊരു കൺസോളിഡേഷനും ഉണ്ടായിരുന്നു, ചെറിയൊരു റെസിസ്റ്റൻസും ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് ബ്രേക്ക് ഔട്ട് ആയത്. വിത്ത് നല്ല വോള്യത്തോടു കൂടി ഇന്ന് ബ്രേക്ക് ഔട്ട് ആയത്. ഇതൊരു അപ്സൈഡ് മൊമെൻറ്റം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്സൈഡ് മൊമെൻറ്റം കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ആ അപ്സൈഡ് മൊമെൻറ്റത്തിൽ ഇവിടെ തൊട്ടിട്ട് നല്ല വോള്യവും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 42 രൂപയാണ് കറണ്ട് ലെവൽ സപ്പോർട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കിത് വാച്ച് ചെയ്യാവുന്നതാണ്. ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിൽ ഇതിൽ വളരെയധികം സാധ്യത കാണുന്നുണ്ട്. പക്ഷേ സപ്പോർട്ട് 42ആണ്. ആ സപ്പോർട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത നമ്മുടെ ഷെയറാണ് മാലു പേപ്പർ മിൽസ് ആണ്. ഏകദേശം 49 രൂപ 40 പൈസയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. അത് 8% ഇന്നലെ ഉയർന്നിട്ടുള്ളത്. ഇതാണ് മാലു പേപ്പർ മിൽസിൻ്റെ ചാർട്ട്. ഈ ചാർട്ടിൽ തന്നെ നമുക്ക് നോക്കിയാൽ കുറേ നാൾ ഒരു കൺസോളിഡേഷൻ ഏരിയയിലായിരുന്നു. ഒരു 6 മാസത്തോളം ഒരു കൺസോളിഡേഷൻ ഏരിയയാണ്. അതിനുശേഷം ആ ഏരിയ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു 5-6 ദിവസം വീണ്ടും ഒരു ചെറിയൊരു കൺസോളിഡേഷൻ ഏരിയ, അതിനുശേഷമാണ് അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത്. വിത്ത് നല്ല വോള്യവും ഉണ്ട്. ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 44 എന്ന് പറയുന്ന റേഞ്ചാണ് നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇത് ഇൻട്രാഡേ ബേസിൽ വെച്ച് നമ്മൾ നോക്കുമ്പോഴാണ് 44. നമുക്ക് ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയാൽ, വീക്കിലി ചാർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ ഏകദേശം ഒരു 20 മാസത്തോളം, അതായത് ഏകദേശം ഒരു 2 വർഷത്തോളം ഒരു നാരോ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായിരുന്നത്. ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് 44നും 28നും ഇടയിൽ ഇത്രയും ദിവസങ്ങളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ബ്രേക്ക് ഔട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ വീക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെയാണ് ഏകദേശം ഒരു ഈ റേഞ്ച്, ഈ സോൺ ഏകദേശമാണ് ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അതായത് ഒരു 38 റേഞ്ചിലാണ് വീക്കിലി റേഞ്ചിൽ ഒരു സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട്, ഒരു സ്ട്രോങ് സപ്പോർട്ട് ഈ റേഞ്ചാണ് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. അപ്പോൾ ഇതാണ് മാലു പേപ്പർ മിൽസിൻ്റെ ഒരു ഇൻട്രാഡേയും വീക്കിലിയും തമ്മിലുള്ള വ്യൂ. നമ്മൾ അടുത്ത ഷെയറാണ് എമോറ ടെക് റിയാലിറ്റി. 68 രൂപ 35 പൈസ കറണ്ട് മാർക്കറ്റ് റേറ്റ്. 6% ആണ് 9-ാം തീയതി അത് അപ്പായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എമോറ ടെക് റിയാലിറ്റിയുടെ ചാർട്ട്. ഒരു റെസിസ്റ്റൻസ് സോണായിരുന്നു ഇത്, ഒരു 64 റേഞ്ചിൽ. ആ റെസിസ്റ്റൻസ് സോണാണ് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളത് ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. ഇതൊരു കുറേ നാളായിട്ട് ഒരു വർഷത്തിന് മേലായിട്ടും ഈ റേഞ്ചിൽ ഒരു 56-64 റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ തന്നെ ആയിരുന്നു ഇത്. ആ റേഞ്ചാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ ചാടിപ്പോയിട്ടുള്ളത്. ഇത് എമോറ ടെക്കിൻ്റെ വീക്കിലി ചാർട്ടാണ്. പക്ഷേ ഈ വീക്കിലി ചാർട്ടിലും ഒരു ബോക്സ് ടൈപ്പ് ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇനിയും കയറി പോകാനായിട്ടുണ്ട്. വീക്കിലി നമുക്ക് നോക്കുമ്പോൾ ഒരു 80 മുകളിൽ അല്ലെങ്കിൽ ഒരു 75-ന് മുകളിൽ ക്ലോസിങ് വന്നാൽ മാത്രമേ നമുക്ക് വീക്കിലി ഇതിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ പ്രതീക്ഷിക്കേണ്ട. അതായത് കുറച്ച് ഒരു മീഡിയം ടൈം ടു ലോങ് ടൈമിലേക്ക് ഒരു 80-ൽ ഒരു 75 അല്ലെങ്കിൽ 76 റേഞ്ചിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് ഇതിൽ നല്ല രീതിയിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. കാരണം വീക്കിലി ഇപ്പോഴും ഒരു റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത ഷെയറാണ് AYM സിൻഡെക്സ്. 82 രൂപ 50 പൈസയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ്. ഇതാണ് AYM സിൻഡെക്സിൻ്റെ ചാർട്ട്. നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ഇതൊരു സോണിൽ തന്നെയായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 74
64 റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിട്ടുള്ളത്. ഈ റെസിസ്റ്റൻസാണ്. ഇവിടെയും ഒരു റെസിസ്റ്റൻസും ഉണ്ടായിരുന്നു, അതും ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഇതും നമുക്കൊരു അപ്സൈഡിലേക്ക് ഇടാം. ഇപ്പോൾ കറൻറ്റ് ഇതിൻ്റെ മേജർ ഒരു സപ്പോർട്ട്സ് ആണെന്ന് വെച്ചാൽ ഇവിടെ വരാം 68. നമ്മളടുത്ത ഷെയർ ബാലാജി ടെലിഫിലിംസ്, 94 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. ഇതാണ് ബാലാജി ടെലിഫിലിംസിൻ്റെ ചാർട്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, അതാണ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. നമുക്കിവിടെയാണ് ഒരു കറൻറ്റ് സപ്പോർട്ട് പോയിന്റ് വരുന്നത്, ഏകദേശം ഇവിടെ ഇപ്പോൾ ഒരു 80 രൂപയിലൂടെ ഇൻട്രാഡ ബേസ് നമ്മൾ നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് പോയിന്റ് ഇപ്പോൾ കാണുന്നത് 80 രൂപ. ഇതൊരു ലോങ് ടേമിലേക്കുള്ള ഒരു ഷെയർ തന്നെയാണ്. ഇതിൻ്റെ ട്രെൻഡ് ലൈൻ തന്നെ വരച്ചു വെച്ചാൽ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഒരു ചാനലിൽ തന്നെയായിരുന്നു ഒരു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു ചാനൽ, ആ ചാനലാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വീക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാലും ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്കുണ്ടായിരുന്നു, അതിന് വിത്ത് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ബാലാജി ടെലിഫിലിംസിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാൻ സാധ്യത കാണുന്നുണ്ട്. നമ്മൾ അടുത്ത ഷെയറാണ് മുഞ്ഞൽ ഓട്ടോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 97 രൂപ 15 പൈസയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മുഞ്ഞൽ ഓട്ടോ ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, അതാണ് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചാൽ അതും ഇതിൻ്റെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ കയറ്റത്തിൽ ഇത് നല്ല വോളിയം ഉണ്ടായിട്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, സമീപകാലത്തൊന്നും ഇല്ലാത്ത അത്രയും ഒരു വോളിയം ഈ ഭാഗത്ത് ഈ കയറ്റത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ഒരു അപ്സൈഡ് മൊമെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കും. ഇതിൻ്റെ ഒരു സപ്പോർട്ട് പോയിന്റ് ഇപ്പോൾ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു 90 ലെവലിലാണ് ഒരു സപ്പോർട്ട് പോയിൻ്റായിട്ട് ഇത് ആക്ട് ചെയ്യാൻ സാധ്യത. അടുത്ത നമ്മളെ ഷെയറാണ് DCW ലിമിറ്റഡ്. 62 രൂപ 70 പൈസയാണ് അതിൻ്റെ മാർക്കറ്റ് റേറ്റ്. ഇതാണ് DCWൻ്റെ ചാർട്ട്. ഈ DCWൻ്റെ ചാർട്ടിൽ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൃത്യമായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ബോക്സ് ടൈപ്പിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര നാൾ. ഒരു 6 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഈ റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റേഞ്ചാണ് ഇന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തത്. ഇതിൻ്റെ നമ്മൾ ഇൻട്രാഡേ സപ്പോർട്ട് പോയിന്റ് വരുന്നത് ഈ റേഞ്ചിലാണ്, ഏകദേശം 56ലാണ് ഇൻട്രാഡേയിൽ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് പോയിന്റ്. അപ്പോൾ ഈ സപ്പോർട്ട് പോയിന്റിൽ ബ്രേക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ ഇത് പിന്നെ അപ്സൈഡ് മൊമെൻ്റ് ഒരു ഹാൾട്ട് ചെയ്ത് നിൽക്കും. ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ടിൻ്റെ റെസിസ്റ്റൻസ് സോണിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഉള്ളതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് സോൺ മിക്കവാറും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഇത് ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഒരു ചെറിയൊരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷനാണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീക്കിലി നോക്കുമ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള വളരെ നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻ്റ് ഇതിൽ വിത്ത് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നല്ലൊരു ടാർഗറ്റ് പോയിന്റ് കിട്ടാം. ഇതിൽ ഒരു 80 പോയിന്റ് മുകളിലേക്ക് മിക്കവാറും ഇത് കടന്നു പോകാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്ത ഷെയറുടെ വർത്തമാൻ ആക്രിലിക്സ് 67 രൂപ 30 പൈസയാണ് അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. ഇതാണ് വർത്തമാൻ ആക്രിലിക്സിൻ്റെ ചാർട്ട്. ഈ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാമാണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് എടുത്ത് പോകുന്നത്. ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷനാണ് ഇതിലുള്ളത്. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ ആ ട്രെൻഡ് ലൈനായിരിക്കും മിക്കവാറും സപ്പോർട്ടായിട്ട് നമ്മൾ ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ ഇതാണ് നമുക്കൊരു സപ്പോർട്ട് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. അതിൽ അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു ചെറിയ സ്റ്റോക്ക് പെന്നി സ്റ്റോക്സിൻ്റെ ഒരു ഗ്രാഫ് വെച്ചിട്ടുള്ളൊരു സ്റ്റഡി. പക്ഷേ ഈ പെന്നി സ്റ്റോക്സ് ആകുമ്പോൾ
പെട്ടെന്നായിരിക്കും വലിയ രീതിയിൽ കയറ്റവും ഉണ്ടാകും, വലിയ രീതിയിലുള്ള ഇറക്കവും അതിൽ സംഭവിക്കാം. രണ്ടും പെട്ടെന്ന് സംഭവിക്കാം. അപ്പോൾ മറ്റുള്ള സ്റ്റോക്കുകളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ റിസ്ക് സാധ്യത കൂടുതലാണ്, അതിനനുസരിച്ച് പ്രോഫിറ്റ് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ ഇതിൽ പോകുമ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. അതായത് നല്ല റിസ്ക്കും ഉണ്ട്, പക്ഷേ നല്ല രീതിയിൽ പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത് മറക്കരുത്, റിസ്ക് നല്ല രീതിയിൽ ഉണ്ടെന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇതാണ് ഈ ചെറിയ സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറെ നല്ല കണ്ടൻറ്റായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.